44 നദി ഒഴുകുന്നതിന് ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. ആ പെരിയാറിൻ്റെ ഹൃദയഭാഗത്തെ നമ്മൾ ഇരിക്കുന്നത്. ഈ 44 നദി ഒഴുകുന്നതിൽ 3 നദി മാത്രം കിഴക്കോട്ട് പോയിട്ട് 41 നദി പടിഞ്ഞാട്ട് ഒഴുകണം. ആ 3 നദി കിഴക്കോട്ട് ഒഴുകണത് കബനി, പവാനി, പാമ്പാർ. ഏറ്റവും നീളം കൂടിയ പെരിയാറും ഏറ്റവും വീതിയുള്ളത് ഭാരതപ്പുഴ. ഇതിൻ്റെ നീളം 244 കിലോമീറ്ററാണ്. ഈ പെരിയാർ ഒഴുകുന്നതിൻ്റെ നേരെ അങ്ങാപ്പുറം ആൾക്കാർ താമസമുണ്ട്. അത് എറണാകുളം ജില്ലയിൽ നമ്മൾ ഇരിക്കുന്ന ഇടുക്കി ജില്ല, 2 ജില്ലയുടെ നടുക്കാണ് പെരിയാർ ഒഴുകുന്നത്. ഇതാണ് ഭൂതം കെട്ടിവെച്ച് അങ്ങേയറ്റം വരെ. ഇങ്ങനെയല്ല ഇരുന്നത്. ഈ കാണുന്ന ഈ ഒറ്റ പിടിച്ചിരിക്കുന്നത് ഈ കല്ലിൻ്റെ വലുപ്പത്തിൽ പൊക്കത്തിൽ അങ്ങേയറ്റം വരെ ഇതിൻ്റെ മുകളിൽ നിന്ന് അവിടം വരെ നടന്നു പോകുന്നു 2000 വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ ഇതിൻ്റെ മൂന്നിലൊരു ഭാഗമായതിൻ്റെ കാരണം 1957 ഭൂതത്താൻകെട്ട് ഡാം പണിത് 15 ഷട്ടർ ഓപ്പൺ ചെയ്തപ്പോൾ ആരവിക്ക് പോകുന്ന വെള്ളം ഇവിടെ തടഞ്ഞു നിന്നുകൊണ്ട് അന്നത്തെ സർക്കാർ എഞ്ചിനീയർമാരും കൂടി 3-4 സ്ഥലങ്ങളിൽ തോട്ടം വെച്ച് പൊട്ടിക്കുകയാണ്. അപ്പോൾ ആ ഭൂതം കെട്ടിയതിൻ്റെ മൂന്നിലൊരു ഭാഗവും. ഇത് ഭൂതം കെട്ടാനുള്ള ഏക കാരണം ദേ കാണുന്ന കിണറിനോട് ചേർന്ന് ഒരു തോട് പോയിട്ടുണ്ട്. ആ തോട് പോയി 15 കിലോമീറ്റർ പോയി അവസാനിക്കുന്നത് കോതമംഗലം താലൂക്ക് പിണ്ടിമന വില്ലേജ് തൃക്കാരൂർ എന്ന് പറയുന്ന അറിയപ്പെടുന്ന അതിഭയങ്കരമായ ഒരു ശിവക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് ആ തോടെത്തിക്കുന്നത്. നമ്മൾ ഇരിക്കുന്ന വനത്തിൻ്റെ പേര് മലയാറ്റൂർ ഡിവിഷൻ തുണ്ട റേഞ്ച് എന്ന് പറയും. ഇതിൻ്റെ ഉള്ളിലേക്ക് ആർക്കും പ്രവേശനമില്ല. എല്ലാ ഭാഗത്തും ഞാൻ പോയിട്ടുണ്ട്. ഒരു 15 കിലോമീറ്റർ കാട്ടിക്കിടത്ത് മാത്രം സഞ്ചരിച്ചാൽ അതിഭയങ്കരമായിട്ട് ഭീകരത തോന്നും, പേടി തോന്നുന്നതായിട്ട് 5 ക്ഷേത്രം ഇവിടെ മുടിഞ്ഞ് കിടപ്പുണ്ട്. അതിൽ 3 ശിവക്ഷേത്രം, ഒരു ദുർഗാദേവി ക്ഷേത്രം, ഒരു ശ്രീ അയ്യപ്പൻ്റെ ക്ഷേത്രം. ഈ ക്ഷേത്രങ്ങൾ കൂടാതെ ആയിരക്കണക്കിന് മുനികൾ തപസ്സിരുന്ന അറകളുണ്ട്. 35 കിലോമീറ്റർ കാട്ടിക്കട മാത്രം സഞ്ചരിച്ചാൽ നമ്മൾ പോയി എത്തുന്നത് 4 സൈസ് ആദിവാസികളുള്ള ഒരു ഊരി ചെന്നെത്തും. ആ ഊരി ചെല്ലുമ്പോൾ അതിഭയങ്കരമായ ഒരു മലയുണ്ട്. ആ മലയുടെ പേര് കാറ്റൂതി മലയെന്നാണ്. ആ മലയുടെ മുകളിൽ ചെല്ലുമ്പോൾ പരിപൂർണമായിട്ട് വിശ്വാസം പോയ ഒരു കാഴ്ച കാണാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരെ പച്ചയ്ക്ക് ബലി കൊടുക്കുന്ന ബലിപ്പാട് എല്ലാം ഞാൻ പോയി കണ്ടിട്ടുള്ള. ഇവിടെ നിന്ന് 7 കിലോമീറ്റർ കയറി ചെല്ലുമ്പോൾ ഇവിടെ ഒരു ക്ഷേത്രം മുടിയെടുപ്പുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ പേര് തുണ്ടത്തിൽ ശിവക്ഷേത്രം. അതിൻ്റെ ചുറ്റുമതിലുകളും ശിവലിംഗങ്ങളൊക്കെ പൊട്ടിത്തകർന്ന് കിടക്കുന്നതിനിടയ്ക്ക് ആ കാലത്ത് മേഞ്ഞ കണ്ടമാനം മൂടുകൾ പൊട്ടിച്ചതറി ഇപ്പോഴും കിടപ്പുണ്ട്. 30 വർഷം മുമ്പ് കുറേ ഗവേഷകർ വന്ന് ഈ ഊടുകൾ പറക്കിയെടുത്തതിനെ പരിശോധനയ്ക്ക് കിട്ടും. 1.5 മാസം കഴിഞ്ഞ് എൻ്റെ റിസൾട്ട് വന്നു ഇങ്ങനെയാണ്. ഈ ഊട് നിർമ്മിച്ചത് 2000 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് വ്യക്തമായ തെളിവോടുകൂടി എൻ്റെ റിസൾട്ട് വന്നു. അപ്പം നമ്മളൊന്ന് മനസ്സിലാക്കണം, 2000 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഊടും ക്ഷേത്രങ്ങളും മുനിയറകളും മനുഷ്യനെ ബലി കൊടുക്കുന്ന കല്ലുകളൊക്കെ ഈ വനാന്തരങ്ങളിൽ നമ്മുടെ കൺമുമ്പിൽ കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം സത്യമാണ്, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ വനാന്തരങ്ങൾ